എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിൽ പ്രതിഷേധ സമരം നടത്തിയതിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച PV അൻവർ MLAക്ക് ജാമ്യം. നിലമ്പൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കോടതിയുടെ റിലീസിംഗ് ഉത്തരവ് നൽകിയാൽ ഇന്നു തന്നെ തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് PV അൻവർ ജയിൽ മോചിതനാകും. ഇന്നലെ രാത്രിയാണ് PV അൻവർ MLAയെ ഒതായിലെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാത്രി 11:30 മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ അൻവറിനെയും കൂട്ടുപ്രതികളെയും പുലർച്ചെ 2:30 തവനൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത്. അൻവറിന് ജാമ്യം നൽകുന്നത് കേസ് അട്ടിമറിക്കപ്പെടാൻ കാരണമാകുമെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം തള്ളിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ജനപ്രതിനിധിയായ അൻവറിന് കർശന ജാമ്യവ്യവസ്ഥകളൊന്നും ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞു. ആദിവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വനം വകുപ്പ് ഓഫീസ് ആക്രമിക്കാൻ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചത് നിലമ്പൂർ MLA PV അൻവറാണ് എന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അൻവർ മറ്റ് 4 കേസുകളിൽ കൂടി പ്രതിയാണെന്നും സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതാണ് അൻവറിന്റെ പ്രവൃത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനമുള്ള പ്രതികൾ തെളിവ് നശിപ്പിക്കുന്നതിനും അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതും ഒഴിവാക്കാനാണ് അറസ്റ്റെന്നും ജാമ്യം ലഭിച്ചാൽ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. ആക്രമികൾ പോലീസിനെ നിലത്തിട്ട് ചവിട്ടിയതായും ഓഫീസിന് 35,000 രൂപയുടെ നഷ്ടം ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംഭവ സമയത്ത് അൻവർ ഓഫീസിൽ ഇല്ലെങ്കിലും ആക്രമണത്തിന് പ്രേരണ നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. ഇത് പരിഗണിച്ചാണ് അൻവറിനെ ഇന്നലെ റിമാൻഡ് ചെയ്തത്. ഇത്തരം വാദങ്ങൾ ജാമ്യ ഹർജിയിലും പോലീസ് ഉന്നയിച്ചെങ്കിലും അത് തള്ളിയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന ഉപാധി മാത്രമാണ് ജാമ്യത്തിലുള്ളത്. കേസിൽ അൻവറിന്റെ ജാമ്യ ഹർജി മാത്രമാണ് ഇന്ന് നൽകിയിരുന്നത്. മറ്റ് പ്രതികളുടെ ജാമ്യ ഹർജി അടുത്ത ദിവസം നൽകുമെന്നാണ് വിവരം. എ+ വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1-ന് VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ, വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.